ഘട്ടത്തിലെത്താം. ശ്രീ ലാൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ലാൽകുമാർ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം സൈബർ മാധ്യമങ്ങളെ, സമൂഹ മാധ്യമങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മനുഷ്യനും ഇനി മുന്നോട്ട് പോകുക സാധ്യമല്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചായാലും അത് സാധ്യമല്ല. പക്ഷേ ചില നിയന്ത്രണങ്ങൾ വേണമെന്നത് പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനു മുൻപ് വന്ന തിരിച്ചറിവാണ്. അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, തള്ളിപ്പറയേണ്ടവരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്ക് വി ഡി സതീശനും എത്തുന്നു, കോൺഗ്രസും എത്തുന്നു എന്ന് വേണമോ നമ്മൾ കരുതാൻ? ഇവിടെ ഒരു ഭാഗത്ത് ഈ ആരോപണ വിധേയനെതിരെ അലയടിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകൾ നമ്മൾ കാണുകയാണ്. അത് വെറും സ്വാഭാവികം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സ്വാഭാവികമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ പോസ്റ്റുകളാണ് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ആദ്യം തന്നെ ഈ ചർച്ചയുടെ പാനൽ ഒരു അസാധാരണമായ പാനലാണ്. കാരണം രണ്ട് കോൺഗ്രസ് സഹയാത്രികരും മാധ്യമപ്രവർത്തകർ, പൊടിപാറ സാറാണെങ്കിൽ ഒരു കോൺഗ്രസിനോട് ചായ്വുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. അത് സത്യം പറഞ്ഞാൽ ഈ ചർച്ചയുടെ ആ ഒരു ബാലൻസ് കളഞ്ഞോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് അത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണല്ലോ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പാനൽ അങ്ങനെ ആയത്. പക്ഷെ എല്ലാരും ഒന്ന് തന്നെ പറഞ്ഞു. പിന്നെ ആഭ്യന്തര വിഷയം പറയാൻ എല്ലാരും ഒന്ന് തന്നെ പറയുമ്പോഴേ അല്ല, ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എനിക്ക് ഞാൻ പറയുമ്പോൾ അങ്ങ് ഇടപെടാതിരുന്നാൽ അതൊരു വിഷയമാക്കി ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ നോക്കൂ, ഇവിടെ കുറച്ച് ഇപ്പം പൊടിപ്പാറ സാർ പറഞ്ഞതിനോട് കുറെ ഭാഗം ഞാൻ യോജിച്ചു നിൽക്കുക. പൊടിപ്പാറ സാർ പറഞ്ഞെന്താ? പൊടിപ്പാറ സാർ പറഞ്ഞത് വി ഡി സതീശന് കോൺഗ്രസിനകത്തൊന്നും ആക്രമണം ഉണ്ട് എന്നല്ലേ. വി ഡി സതീശൻ എന്തായാലും CPM-ന്റെ ഭാഗത്തുനിന്ന് വി ഡി സതീശനെ എതിർക്കും. അതിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ട്, അകത്തുനിന്നും ഉണ്ട്, അണ്ടർലൈൻ ചെയ്ത് അദ്ദേഹം സംസാരിക്കും. അതെങ്ങനാ വരുന്നത്? അതാദ്യം അവർ ശരിയാക്കിയിട്ട് ഇങ്ങോട്ടുള്ളത് പറയുന്നതല്ലേ നല്ലത്. നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പൊടിപ്പാറ സാർ പറഞ്ഞത് വെച്ച് ബന്ധപ്പെട്ടല്ലേ പറയുന്നത്, കോൺഗ്രസിന്റെ ഹാൻഡിലുകൾ ഇപ്പൊ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അവിടെ നോക്കൂ, അവര് ഇത് മൊത്തം CPM കാരണമാണ് വരുന്നത് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പം ഫസലു പറഞ്ഞതിനകത്തും വി ഡി സതീശൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് CPM-ന്റെ ഭാഗത്തുനിന്നാണ് ഈ സൈബർ അറ്റാക്ക് വരുന്നത്, അല്ലെ? അങ്ങനല്ലേ പറഞ്ഞു. പക്ഷെ പൊടിപ്പാറ സാർ പറഞ്ഞ എന്താ? ഇതിനകത്തൊന്നും പ്രശ്നമുണ്ട്, ഇതാണ് സത്യം. ആ പറഞ്ഞതിനകത്ത് ഒരു സത്യം ഉണ്ടെന്നുള്ളതാണ്. കുറെ ഈ റീൽസും റിയലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്. ആ കമ്പാരിസന് പ്രസക്തി ഓൺലൈൻ മീഡിയ ഉപയോഗിക്കണോ വേണ്ടായോ എന്നുള്ളതല്ല. ഇനി ഓൺലൈൻ മീഡിയ ഉപയോഗിക്കാതെ 90 വയസ്സുള്ള ഒരു രാഷ്ട്രീയക്കാരന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യം ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും വാട്ട് എവർ മീഡിയ സോഴ്സ് യു യൂസ്, യു ഹാവ് ടു റീച്ച് പീപ്പിൾ. അതിനകത്ത് ഒരു സംശയമില്ല. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് റീൽസ് മാത്രമാകുന്നോ? പൊതുപ്രവർത്തന രംഗത്ത് റീൽസുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാര് എന്ത് മൂല്യം അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, വി ഡി സതീശൻ റോഡിലിറങ്ങിയ ആളെ കണ്ടിട്ടുള്ള ആളാണ്, അല്ലെ? ഇവിടുത്തെ പൊതുപ്രവർത്തകർ എനിക്ക് വി ഡി സതീശൻ എനിക്ക് ബഹുമാനമുള്ള ഒരാളാണ്. രമേശ് ചെന്നിത്തല രാഷ്ട്രീയമായിട്ട് എതിർക്കുമ്പോഴും അവർ റീൽസിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ല. റീൽസ് എന്ന് പറയുന്നതാണ് പൊതുപ്രവർത്തനം എന്ന് കരുതുന്ന ഒരു കാലത്തിലേക്ക് വന്നോ എന്നുള്ളൊരു സംശയം ഒന്ന്. അതല്ല, റീൽസ് മാത്രമല്ല ജനഹൃദയങ്ങളിലാണ് കോൺഗ്രസിലെ ആൾക്കാർ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് മറ്റൊരു ഭാഗം. അതാണ് എന്റെ ഡൈക്കോട്ടമി. പക്ഷേ അതിന് മേലുള്ള ഒരു വിഷയം എന്താ? ഈ റീൽസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ചെന്ന് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുക. രാഹുൽ മാങ്കൂട്ടം പണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നോക്കൂ, ഈ പ്രസ്ഥാനത്തെ, അദ്ദേഹം പറഞ്ഞ വാചകം, ഈ പ്രസ്ഥാനത്തെ ഇതുവരെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ? സത്യത്തിൽ ആ പറഞ്ഞ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിനെ പ്രതിസന്ധിയിലാക്കിയതെന്നുള്ളതാണ്. അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായി തരാം, ഇടപെടാതിരുന്നാൽ മതി. അവർ അത്രയും സംസാരിച്ചതുകൊണ്ടാണ്. ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് കോൺഗ്രസ് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്താണ്? കൺസിസ്റ്റന്റ് ആയിട്ട് കോൺഗ്രസ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണേ രാജിവെക്കാം. ഏതാ? MLA സ്ഥാനം. രേണു നേരത്തെ ഒരു ചർച്ചയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു, രാജിവെക്കണ്ടേ? ഇന്നും ചോദിച്ചു. അതിനകത്തും അദ്ദേഹം വേണേ രാജിവെച്ചോട്ടെ, അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കളതരം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എങ്ങനെയാണ് എന്നെ കേൾക്കുന്ന ആൾക്കാരെ കേട്ടാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഒരാളെ നിങ്ങളെ രേണുവിന്റെ സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ ആ പറയുന്ന സ്ഥാപനത്തിന് നിങ്ങളിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടോ? ഇല്ല. കാര്യം അതിനെക്കാട്ടും വലിയൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങളെടുക്കാൻ പറ്റുമെങ്കിൽ, എന്നുവെച്ചാൽ നിങ്ങളെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു ഇതുണ്ട് എങ്കിൽ, അങ്ങനൊരു നടപടി എടുക്കാമെങ്കിൽ അതിന്റെ അർത്ഥം ആ സ്ഥാപനത്തിന് നിങ്ങളിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ്. കോൺഗ്രസിന്റെ കാര്യത്തിൽ സസ്പെൻഷൻ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേളിൽ ഇപ്പോഴും കോൺഗ്രസിനാണ് കൺട്രോൾ. അല്ലാതെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പോയി രാജിവെച്ചോട്ട്
അല്ലെ വേണമെങ്കിൽ രാജിവെച്ചോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? നോ. അദ്ദേഹം സസ്പെൻഷനേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഈ പറയുന്ന ഡിസ്മിസലോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടില്ല. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് വേണ്ടി നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവർ പറയുന്ന ഒരു കള്ളത്തരമാണ്. അത് കള്ളത്തരം തന്നെയാണ്. ഇവര് എങ്ങനെ പറഞ്ഞത്, ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പുറത്ത് വന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് എത്ര നല്ല രീതിയിലാണെന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സസ്പെൻഷനിലാണ് എന്ന് ഉള്ളത് കൊണ്ട് അയാള് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയിലെ കോൺഗ്രസിന്റെ കൺട്രോൾ ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ അങ്ങനെയല്ല. സസ്പെൻഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഈ രാജ്യത്തെ സസ്പെൻഷനും ലോകത്തുള്ള സസ്പെൻഷന്റെ മീനിങ് നമുക്ക് എന്തായാലും അറിയാം. അതിനകത്ത് ഒരു സംശയം എനിക്കില്ല. അടുത്തത്, ഇത് കഴിഞ്ഞ് ശ്രദ്ധിച്ചോ, ഇവരാദ്യം പറഞ്ഞ പൊസിഷൻ എന്താ? അദ്ദേഹം രാജിവെക്കുന്നത് വെച്ചോട്ടെ, ശരി, ആ പോയിന്റ് നമുക്ക് ലെറ്റ് us take it with a sack of salt. അങ്ങനാണെങ്കിൽ പിന്നെന്തിനാ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ വരുന്നതിന് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല? നിങ്ങൾ എന്തിനാ പറയുന്നേ? രാഹുൽ മാങ്കൂട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് അങ്ങനെ പറയും, അപ്പുറത്തുനിന്ന് ഇങ്ങനെ പറയും. പക്ഷെ രാഹുൽ മാങ്കൂട്ടം നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ, നിങ്ങളുടെ ആളല്ലല്ലോ, അതിന് രാജിവെക്കാമല്ലോ. അപ്പൊ പെട്ടെന്ന് ഈ പറയുന്ന ചോര തിളച്ചു. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കോൺഗ്രസ്സുകാരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത്, VD സതീശൻ ഈ വിഷയത്തിൽ പൊളിപ്പാർ സാർ പറഞ്ഞ പോലെ ആത്മാർത്ഥമായി ഇയാൾ രാജിവെക്കണം എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നു. നമ്മൾ ചില നിലപാടുകളോട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ആ നിലപാട് നടത്തിയെടുക്കാൻ പറ്റാഞ്ഞതിന് കാരണം ഇതിനകത്തെ ഗ്രൂപ്പാണ്. ഇതിനകത്തെ ഗ്രൂപ്പിൽ പറ്റിയത് VD സതീശൻ സൈഡ് ലൈൻഡായി പോയി. നോക്കൂ, സ്ത്രീകൾ എത്ര പേര് കമന്റ് ചെയ്തു? സ്ത്രീകൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെല്ലാം കമന്റ് ചെയ്തത് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ലെവലിൽ വരെ കമന്റ് ചെയ്തു. ഇപ്പൊ അവരെ കുറിച്ച് ആരെങ്കിലും കേൾക്കാനുണ്ടോ? കേൾക്കാനേ ഇല്ല. കാര്യം ഈ പറയുന്ന സൈബർ ആൾക്കാരെല്ലാം കൂടി ചേർത്ത് ഇവരെ കോർണർ ചെയ്യുന്നുള്ളതാണ്. ഇതാണ് സത്യം. ആ സൈബർ ആൾക്കാര് ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടി ചേർന്ന് ആക്രമിച്ച്, കാര്യം അവർ അതിനുള്ള ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്കോ സിസ്റ്റം വഴി ഇതേ കാര്യം നമുക്ക് പണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ നടന്നതാണ്. സുധാകരൻ KPCC പ്രസിഡന്റ് ആകണം എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കിയവര് യഥാർത്ഥത്തിൽ അപ്പുറത്തിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ അത്രത്തോളം അധിക്ഷേപിച്ച് സംസാരിച്ചു, ഇറങ്ങി പൊക്കൂടെ എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇത് കോൺഗ്രസിനകത്ത് നടക്കുന്ന ഒരു മെക്കാനിസമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, VD സതീശന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പോലും VD സതീശന് അതിന്റെ ഫ്രൂഷനിലേക്ക്, അദ്ദേഹത്തിന്റെ ഡിസിഷന്റെ ഒരു ഫ്രൂഷൻ കാണാൻ പറ്റാഞ്ഞതിന് കാരണം ഇതിനകത്തൊരു ഗ്രൂപ്പ് നിന്നു എന്നുള്ളതാണ്. ആ ഗ്രൂപ്പ് അദ്ദേഹത്തിനെതിരെ നിന്നു. ആദ്യം VD ഇതല്ല, ഇത് ആദ്യത്തെ നിലപാടെന്നുള്ളതാണല്ലോ പറഞ്ഞത്. സസ്പെൻഡ് ചെയ്തപ്പോ ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു സാധനമാണെന്നാണല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? അപ്പൊ ആദ്യത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ സാധനം വരണ്ടേ? വന്നില്ല. അത് വരാൻ പറ്റില്ല. കാര്യം ഈ കോൺഗ്രസ് ഹാൻഡിലുകളും ഇവർക്കൊന്നും കിടക്കപ്പുറത്ത് ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ആ ഡീൽ ചെയ്യുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ പൊതിഞ്ഞു വെച്ചാലും ഇതിനകത്തെ ഗുരുതരമായ നിങ്ങൾ നേരിടുന്ന സങ്കീർണമായ പ്രശ്നത്തെ കുറിച്ച് ആൾക്കാർക്ക് ധാരണയുണ്ട്. അതിന് ഇയാൾ ചെയ്ത ഒഫൻസ് അത് ചെറുതായി, അയാൾ വന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ന്യൂസ് 18ന്റെ ഒരു മാധ്യമ പ്രവർത്തകരെ കുറ്റം പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതോട് പറഞ്ഞാൽ അവസാനിപ്പിക്കും. ന്യൂസ് 18ന്റെ മാധ്യമ പ്രവർത്തകരെ കുറ്റം പറയും. ശരി, രാഹുൽ മാങ്കൂട്ടമായിട്ട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഓഡിയോ ക്ലിപ്പ്, ആ ശബ്ദം ഇയാളുടെയാണോ? ആണെന്ന് ഈ പറയുന്ന KPCC പ്രസിഡന്റും മറ്റുള്ളവരും പറയണ്ടേ? ആണെന്ന് ഇദ്ദേഹം ഒന്ന് പറയട്ടെ. അദ്ദേഹം നമ്മളോട് പറയണമല്ലോ, ഇത് ആർട്ടിഫിഷ്യലി മെയ്ഡ് ആണ്, ഐ എം നോട്ട് ദ പേഴ്സൺ ഹു സെഡ് സോ എന്ന് പറയാൻ അദ്ദേഹം അതിൽ ഒഴിഞ്ഞു. അദ്ദേഹം അത് പറയാതെ ന്യൂസ് 18ന്റെ അടുക്കൽ ഏതോ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം അദ്ദേഹം ഡിനൈ ചെയ്യാത്ത ഒരു കാര്യം ബാക്കിയുള്ളവർ സാങ്കേതിക വിദ്യയുണ്ട്, അത് ഡിനൈ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിയമപരമായി എന്തെങ്കിലും നീക്കം നടത്താനുള്ള ആത്മവിശ്വാസം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വെറുതെ ഇത് പെയ്ഡാണ് എന്ന് ഞങ്ങളുടെ ഒപ്പം രാവിലെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിന്റെ ലൈക്കായാലും ഉയരുന്ന മറ്റ് പ്രൊമോഷൻ, തിരിച്ചു വരും, മാസ് പോലെ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവരുന്ന ഈ പോസ്റ്റുകളെല്ലാം പെയ്ഡാണ് എന്നത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസവും ഇതിനെ നിയമപരമായി നേരിടാനോ ഡിനേ ചെയ്യാൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെയാണ് കോൺഗ്രസിലെ ആളുകൾ പോലും ഈ സമൂഹ മാധ്യമങ്ങളിലെ കടലിരമ്പം കണ്ട് ഭയപ്പെടുന്നത്. അവിടെയാണ് VD സതീശൻ അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നത് എന്നത് തന്നെ നമ്മൾ പറയണം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.